വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദേ നോക്കിക്കേ എന്റെ കൂടെ ആരാ ഉള്ളതെന്നുള്ളത്. ബോയ് ഉണ്ട്, ദേ ആരോ ബേബി ഉണ്ട്. നമ്മളൊരു കുട്ടി സ്റ്റേക്കേഷന് പോവാണ്. കാരണം മാൽഡീവ്സ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ബോനി ആരോനെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുട്ടി സ്റ്റേക്കേഷന് പോകണം എന്നുള്ളത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എല്ലാം പോകുമ്പോൾ, അതായത് ബോയും ആരോയും ഇല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് എല്ലാം പോയി കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ട്രിപ്പിന് പോവാറുണ്ട്. കുറെ ദിവസമൊന്നുമില്ല, ഒരു 2 days വരുന്ന ഒരു കുട്ടി സ്റ്റേക്കേഷനാണ് ഞങ്ങൾ പോകുന്നത്. എന്തെന്നാണ് ആരോ കാണിക്കുന്നത്? ആരോയ്ക്ക് എപ്പോഴും ഉള്ളതാണ് ഈ എന്താ പറയാ, പുതിയ ഷീറ്റ് വിരിച്ച് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഫുള്ള് വൃത്തിയേടാക്കുന്നത്. ആരോ അതെ ബോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബോ പോട്ടിക്കും സുസുനൊക്കെ പോയതാണ്. എന്താണ് ആരോ ബേബി? ബോ അവർക്ക് വല്ലാതെ ചൂടെടുക്കുന്നുണ്ട്. കാരണം അജയ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പെട്രോൾ പമ്പിൽ സ്റ്റോപ്പ് ചെയ്താണ്. എന്താ ബോബു ചൂടെടുക്കുന്നുണ്ടോ? ബോ പെട്ടെന്ന് തന്നെ ഓടി വണ്ടി കയറിയതുകൊണ്ട് ഹാർനസും ലീഷും ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ആരൊരു ദേ ഹാർനസ് എല്ലാം ഇടിപ്പിച്ചിട്ടാണ് നിർത്തിയത്. ദേ അവിടുന്ന് ഒരു ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബോബു കമയ, ആരെങ്കിലും വണ്ടീന്റെ അടുത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കാരണം അവൻ ഭയങ്കര അലേർട്ട് ആയിരിക്കും വണ്ടി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നന്നായിട്ട് ചൂടെടുത്ത് അവർക്ക്. ബോബുക്കണ്ണാ നമുക്ക് പോവാം. ബോർഡ് ഡ്രൂൾ ചെയ്യുന്നു, ചൂടുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് അജയുടെ ബാറ്റ്മോനാണ്. കഴിഞ്ഞ വ്ളോഗിലും അതേപോലെ റീലിലൊക്കെ ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കൊടുക്കുമോ എന്നുള്ളത്. പക്ഷെ അജയ് കൊടുക്കത്തില്ല. ആണല്ലേ, കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ താറ് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു എന്താ പറയാ സാധനത്തിനെ നമ്മള് വെച്ചത്. കാരണം ഇവന് ഒരു വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു സാധനം വെക്കുന്നത് ഇവന് ഇഷ്ടമല്ല. നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൊച്ചിയില് വേറെന്തോ സാധനം ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കല്ലറയ്ക്കലില് കുറച്ച് ആക്സസറീസ് പോലത്തെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോയ സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മുടെ ബാറ്റ്മാനെ. കണ്ടു, ഇഷ്ടപ്പെട്ടു. അജയ് അപ്പൊ തന്നെ പൊക്കി. കാരണം നമ്മുടെ വണ്ടിയുടെ കളറായിട്ടൊക്കെ മാച്ച് ആവും. പിന്നെ ആള് പിന്നെ ഏത് സമയത്ത് എന്തേ ഭയങ്കര സീരിയസ് ആണ്. ആ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പോന്നോ? ആരോ ബേബി നട്ടൊരു ഗ്ലാസ് മാറ്റി. ആരോ ബേബി നല്ല ഉറക്കായിരുന്നു. പക്ഷെ ആള് നല്ല അതെ ഇപ്പൊ വന്നിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ നമ്മൾ അവരെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഉറക്കമുണ്ട്. കുളിപ്പിക്കുമ്പോ എപ്പോഴും അങ്ങനെയാണ്. അന്നത്തെ ദിവസം ഫുൾ ഉറക്കമായിരിക്കും. ആരയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് അജയുടെ മടിയിൽ വന്ന് കിടക്കുന്നതാണ് ആരയ്ക്ക് ഭയങ്കര ഇഷ്ടം. ആരോടെ കംഫർട്ട് പ്ലേസ് ആണ് അജയുടെ മടിയിൽ വന്ന് കിടക്കുന്നത്. അല്ലേടാ? ബൈ ദ വേ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വയനാട് മേപ്പാടി എന്തോ കാസ്കറ അങ്ങനെ പൂളും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ കുറച്ചാളെ അവരായിട്ട് സംസാരിക്കണേ. നമ്മള് നാട്ടില് വരാത്ത കാരണം ഇങ്ങനെ നീണ്ടു പോയി. ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും വരാം. പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ബോയ്ക്കും ആരോഗ്യം ഒരു റിലാക്സേഷൻ അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നാല് നമ്മൾ ഇവരെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ കുട്ടി സ്റ്റേക്കേഷന് നമ്മൾ പോകും. കാരണം ഇവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം നമ്മളിപ്പം ഇന്റർനാഷണലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കാണുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. മമ്മിയാണല്ലോ ഇവര് നോക്കുന്നത്. ഏതായാലും നമുക്ക് ബാംഗ്ലൂരേക്ക് പോകണം. അപ്പൊ നമുക്ക് വയനാട്ടിലൊരു ചെറിയൊരു കുട്ടി സ്റ്റേക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വഴി നേരെ ബാംഗ്ലൂരേക്ക് പോവാന്നുള്ളത്. ബോയും പുറകുന്ന് നല്ല ഉറക്കമാണ്. കാരണം ആരോ ഇല്ലാത്തത് കൊണ്ട് ഇത് ഫുൾ ബാക്കത്തെ ഫുൾ സീറ്റ് അവന് സ്വന്തമാണ്. അതുകൊണ്ട് ഇത് നീണ്ടു നിവർന്നൊക്കെയാണ് ചെക്കൻ കിടക്കുന്നത്. ബൂബുക്കണ്ണ എന്തോ ചാച്ചിയാണോ ബൂബുക്കണ്ണൻ? അയ്യോ, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോ അവൻ അങ്ങോട്ട് തെന്നിപ്പോവും. ബോയുടെ ഉറക്കെല്ലാം കഴിഞ്ഞ് ബോധേ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അജയൻ ഇങ്ങനെ നക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവന് വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോ സുസുണ്ടാവും. കാരണം അതല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ അവനും ഫ്രണ്ടിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേറിയപ്പോ അവൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ആരോ ബേബീനെ കാണുന്നില്ല. ആരോ ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് അവർക്ക് എപ്പോഴും ഒരു കുട്ടി സുസു
ഉണ്ടാകും. പക്ഷെ ഇത് സുസുവിന്റെ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന് ഫ്രണ്ടിൽ വന്ന് ഇരിക്കാനാണെന്നാണ് എന്റെ ഒരു നിഗമനം. ബോയ്ക്ക് എന്തായാലും അജയുടെ മടിയിൽ പോയിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇരിക്കാൻ പറ്റുക എന്റെ മടിയിലാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും എനിക്ക് ബോനെ മടിയിൽ ഇരുത്താൻ പറ്റത്തില്ല. ബോയ്ക്ക് കാര്യം മനസ്സിലായി. അജയ് പറഞ്ഞപ്പോ നേരെ അവിടെ പോയി കിടന്നിട്ടുണ്ട്. ഗുഡ് ബോയ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ മലയാളമൊക്കെ ആണെങ്കിലും ഡോഗ്സിന് നന്നായിട്ട് മനസ്സിലായി. ഇപ്പൊ അജയ് മടിയിലിരുത്താൻ പറ്റത്തില്ല, അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞതും മച്ചാൻ നേരെ പോയി കയറി കിടന്നാട്ട. അവർക്ക് മലയാളമൊക്കെ നന്നായിട്ട് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇതേ ചുരം കയറി കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ആരോനെയും ബോനെയും നമ്മൾ വണ്ടിയിൽ തന്നെയാണ് നിർത്തുന്നത്. അപ്പം ഞാൻ മീൽസും അജയ് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും വയനാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടുന്നാണ് ഫുഡ് കഴിക്കാറ്. എനിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓർമ്മയില്ല. ചുരം കയറി കഴിയുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സാണ് ഇത് നമുക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത്. നമ്മളെപ്പോഴൊക്കെ ബാംഗ്ലൂർ പോകുമ്പോഴും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വയനാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഇവിടുന്നാണ് ഫുഡ് കഴിക്കുക. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് എനിക്കെന്തായാലും ചോറ് തന്നെ വേണമായിരുന്നു. അജയ്ക്ക് പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് റിസോർട്ടിലേക്ക് പോകുന്നത്. എന്റെ സീറ്റിലാരാ സാധനങ്ങളൊക്കെ വെച്ച്? ഞാൻ തന്നെയാണോ വെച്ചത്? ആരെന്തേ? ആരോ പിണക്കത്തിലിരിക്കും തോന്നുന്നു, കെട്ടിയിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ റിസോർട്ടിലെത്തും കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ലഞ്ചും കാര്യമൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടുന്ന് ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം 2:30. അപ്പൊ നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. 2 മണിക്കാണ് നമ്മുടെ ചെക്കിൻ. ഒരു 1 അവർ ഡിലേ വന്നേ ഉള്ളൂ. പിള്ളേർക്ക് അവിടെ എത്തിയിട്ട് വേണം വെള്ളം കൊടുക്കാൻ. ഞാൻ ഇപ്പൊ പുറത്തിറക്കുന്നില്ല, നല്ല വെയിലാണ്. പിന്നെ അരമണിക്കൂറും കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് റിസോർട്ടിലേക്ക് പോകാം. ഒരു 5 മിനിറ്റ് നമ്മൾ പോസ്റ്റാണ്. കാരണം ആകെ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പ് കൂടെ നമ്മുടെ താറ് പോകത്തില്ല. അപ്പം ഈ 2 വണ്ടിയുടെ ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോയും ആരും കൂടെ ഇവിടെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ നല്ല ദേഷ്യമുണ്ട്. കാരണം അവനെ കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഫ്രണ്ടിലേക്ക് വരും. കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ AC ഓൺ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ വണ്ടി ഓൺ ആയതുകൊണ്ട് ആരോ ബേബി ഫ്രണ്ടിലേക്ക് എങ്ങാനും വന്ന് എന്തെങ്കിലും പണി ഒപ്പിച്ച പ്രശ്നമായി പോകും. അതുകൊണ്ടാണ് അവൻ അവിടെ ലീഷിൽ കെട്ടിയിട്ട്. ബോനെ പിന്നെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവൻ ഫ്രണ്ടിലേക്ക് വരത്തൊന്നുമില്ല. അവൻ ഗുഡ് ബോയ് ആണ്. നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. നിങ്ങൾ രണ്ടുപേരും എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ എത്തിയിട്ടില്ല ബോയ്സ് കേട്ടാ. നമുക്കൊരു കിഷ് തന്നെ ചോദിക്കുമ്പോ തരത്തൊന്നുമില്ല, വലിയ ഡിമാൻഡാ. പിള്ളേര് രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ ദിവസം വീട്ടിൽ തന്നെ ഇരിപ്പായതുകൊണ്ട് ഈ ഒരു സ്റ്റേക്കേഷൻ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ ബുബുക്കന? അരെ ബേബി ഇനി ഈ റിസോർട്ടിലേക്ക് എത്തി. ഏതാണ്? ഇതാണോ വഴി? ഇതാണോ ഈ വീടാണോ? കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. കുറച്ചെന്ന് വെച്ചാ വളരെ കുറച്ച്. പിള്ളേരിത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. നമുക്ക് ലഗേജും സാധനങ്ങളൊക്കെ റൂമിലേക്ക് എടുത്തു വെച്ചിട്ട് വേണം പിള്ളേരെ ഇറക്കാൻ. നമ്മുടെ ചെക്കന്മാരെ രണ്ടുപേരെയും പുറത്തിറക്കിയിട്ടുണ്ട്. രണ്ടുപേരും അവിടെ ഇരുന്ന കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബോയ് ആരോയും ഫുള്ള് എക്സൈറ്റഡ് ആണ്. കാരണം പുതിയൊരു പ്ലേസ് ആകുമ്പോൾ ബോയ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നോക്കും എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ. ബുബു അല്ല ബിബി. സോ ഞങ്ങളിത് റൂമിലേക്ക് പോവാണ്. ബോയ്ക്ക് എക്സൈറ്റ്മെന്റ് കാരണം ബോ അജയനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. ബോബു ഒന്ന് വെയിറ്റ് ചെയ്തേടാ, ഞങ്ങളെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തേ. ആരോയ്ക്കും ബോയ്ക്കും ഫ്രണ്ടിന് നടക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് ഫ്രണ്ടിൽ കയറണം. സ്റ്റെപ്പ് കയറണം, മെല്ലെ കയറണം, മെല്ലെ കയറി പോണം കേട്ടാ. വീഴും. ഇങ്ങ് വന്നേ ആരോ ബേബി, ഇങ്ങ് വന്നേ.
എ ഫ്രെയിം ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റെപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പിള്ളേരെ ലീഷിലിട്ടത്. കാരണം ഇല്ലെങ്കിൽ ഇവർ ഈ ഇതുമ്മ കൂടെ കേറുക ഇറങ്ങുക ഇത് തന്നെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങാനും കാല് കുടുങ്ങി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കോഫി പ്ലാന്റേഷന്റെ നടുക്കാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ നമ്മുടെ ആക്ച്വലി കുറച്ച് ഹൈറ്റിലുള്ള എ ഫ്രെയിം ആണ്. കാരണം ബാക്കിയെല്ലാം താഴ്ത്താം, അത് പ്ലാന്റേഷന്റെ ഇടയ്ക്കുള്ളതാണ്. നമുക്ക് ഒരു വ്യൂവിന് വേണ്ടിയിട്ട് അവര് ഇത് നമുക്ക് തന്നു. അതെ, വയനാട് മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത്. മേപ്പാടി അകത്ത് വരെ എത്തണ്ട, അതിന് മുന്നേ, അതായത് നമ്മളെ ഊട്ടിയിലേക്ക് തിരിയണ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഭയങ്കര പീസ്ഫുൾ. കാരണം ഇപ്പൊ ഒത്തിരി എ ഫ്രെയിംസ് ഉണ്ടെങ്കിലും അടുത്തടുത്തായിട്ടില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് നല്ല പ്രൈവസി. അങ്ങനെ വേറെ എന്തെങ്കിലും സൗണ്ടോ ആളുകളുടെ സൗണ്ടോ ഒന്നുമില്ല. ഭയങ്കര നമുക്കിപ്പോ പെറ്റ്സ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ശരിക്കും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ബോയ്ക്ക് എന്തോ പറയാനുണ്ട്, ഒന്ന് മാറിക്കൊടുത്തേ. ബോയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്. എന്താണ് ബോയ്ക്ക് പറയാനുള്ളത്? ബോയ്ക്ക് പറയാൻ വേറെ ഒന്നുമില്ല. ബോയ്ക്ക് ഇങ്ങനെ ഈ സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ കേറുക ഇറങ്ങുക ഇതാണ് വേണ്ടത്. കുറച്ചു നേരം എന്തേ ബോനെ ഓഫ് ലീഷ് ഇട്ടിട്ടുണ്ട്. കാരണം അവൻ കുറേ നേരം ഇങ്ങനെ വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജയ് ദേ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇതാ ഞാൻ പറഞ്ഞു, ഈ സ്റ്റെപ്പ് കണ്ടോ, ഒരു ഗ്യാപ്പ് കണ്ടോ, അപ്പൊ അവരുടെ കാല് അവിടെ കുടുങ്ങി പോവോന്നാണ് എനിക്കൊരു പേടി. എടുക്കണ്ട അവൻ ഓടി. മെല്ലെ 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 മെല്ലെ. കണ്ടോ, ഇതാണ് ബോ. ദേ കേറുന്നു ഇറങ്ങുന്നു. പുറത്തേക്ക് വന്നേ. ദേ പോണു. പിള്ളേര് രണ്ടുപേരും ദേ നമ്മുടെ റൂമിന്റെ അകത്തൊരു സ്റ്റെയർ കേസ് ഉണ്ട്. ഞാൻ അപ്പൊ അവിടെ കെട്ടിയതാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ലഗേജ് കൊണ്ടുവന്നിട്ട് ബെഡ്ഷീറ്റ് ഇതിന്റെ മുകളിൽ വിരിക്കണം. ഇത് വൈറ്റ് കളർ അല്ലേ, ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വേണം അവരുടെ ബെഡിന്റെ മുകളിൽ കിടത്താൻ. ഓഫ് ലീഷ് ഇടുവാണെങ്കിൽ രണ്ടുപേരും നേരെ ബെഡിലേക്ക് ഓടിക്കയറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് ലീഷിലിട്ടാണ്. അവിടെ നിന്നോ, ഞാൻ ഇപ്പൊ ഊരി തരാം കേട്ടാ. അമ്മ ഇപ്പൊ ഊരി തരാം. അവിടെ കിടന്നോ കേട്ടാ. ഗുഡ് ബോയ്സ് ആണേ. അജയ് ലഗേജും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് പിള്ളേരുടെ പാത്രം എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ വണ്ടിയിൽ പോയിട്ട് അവരുടെ പാത്രം എടുത്തുകൊണ്ട് വരാൻ പോവാ. ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ദേ അതാണ് മെയിൻ ഗേറ്റ്. അവിടുന്ന് നേരെ വന്നിട്ട് നമുക്കിത് വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഞാൻ ദേ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ ആദ്യം തന്നെ കയറി കിടന്നത് അജയാണ് കേട്ടോ. എൻ്റെ പിള്ളേരെ പോലും കയറി കിടക്കാൻ സമ്മതിച്ചില്ല. ആരോ എന്താ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആരോയ്ക്ക് പുറത്തേക്ക് പോകണം, അതിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടിയൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കാണാൻ പറ്റി. ആരോ കളിക്കാൻ വരുന്നില്ല ബോന്റെ കൂടെ? ബോ ദേ ആരോനെ കളിക്കാൻ വിളിക്കുകയാണ്. പക്ഷെ ആരോയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ബോ ഒന്ന് ചെല്ലാരോ, അവന്റെ കൂടെ ഒന്ന് കളിക്കാൻ ചെല്ല്. ബോന്റെ കൂടെ ആരോ കളിക്കാൻ പോവാത്തോണ്ട് ഇത് ഇപ്പൊ അജയാണ് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകുന്നത്. ആരോനെ കൂട്ടരുത്. ആരോ ഇത്രയും നേരം ബോന്റെ കൂടെ കളിക്കാൻ പോയിട്ടില്ല. ബോ ഒത്തിരി വിളിച്ചു, എന്നിട്ടൊന്നും ആരോ പോയില്ല. ഇപ്പം അജയ് വന്നപ്പോ ആരോയ്ക്ക് പോണം. ബോയ്ക്ക് ഭയങ്കര സന്തോഷായിട്ട്. കാരണം അവൻ അത്രയും ഹാപ്പി ആകുമ്പോഴാണ് അവൻ ഇതുപോലുള്ള ഓരോന്നും കാണിക്കുക. അപ്പൊ നമ്മളിത് ലഗേജ് നമ്മളിത് ഇവിടെ ഈ സ്റ്റെയർ കേസിന്റെ ഇവിടെ വെച്ചതാണ്. ഇത് നമ്മൾ മനഃപൂർവ്വം ഇവിടെ വെച്ചാണ്. കാരണം എങ്ങാനും ഓഫ് ലീഷ് ഇടുമ്പോൾ ബോയോ ആരോയും ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമെന്ന് ഞങ്ങൾക്കൊരു പേടി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലഗേജ് വെച്ച് ഞങ്ങൾ ബ്ലോക്ക് ചെയ്താണ്. ബോയ്ക്ക് ശരിക്കും അജയിനെ കുറേ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മാൽഡീവ്സ് ട്രിപ്പ് കഴിഞ്ഞപ്പം തന്നെ അജയ് ശ്രീലങ്കയിലേക്ക് പോയി. അപ്പൊ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അജയിനെ ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷം, അവന് ഭയങ്കര ഒരു ഹാപ്പിനെസ്. പ്ലേ ടൈം കഴിഞ്ഞു. ബാ ഇവിടെ വന്ന് കിടന്നോ, ബെഡിൽ വന്ന് കിടന്നോ. പിള്ളേരുടെ കൂടെ കളിച്ച് അത് കഴിഞ്ഞ് പിള്ളേരും കിടന്നുറങ്ങി. അപ്പം ഞങ്ങളും കുറച്ചു നേരം കിടന്നുറങ്ങി. ഇപ്പം നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് വൈകുന്നേരം ചായ ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. ഇവിടെ നമുക്കങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും അങ്ങനെയില്ല. ഇത് കുറച്ചുകൂടി ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് കപ്പിളായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്, ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ട്രക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എങ്ങോട്ടാ ഓടുന്നേ? അവിടെ നിന്നേ. എടാ ഇതേ പിള്ളേർ നോക്കുന്നു, നീ ആ കേർട്ടൻ മര്യാദയ്ക്ക് ചെയ്തില്ല. നമുക്ക് ടീയും അതേപോലെ സ്നാക്സും ഇവിടെ ഉണ്ട്. അപ്പം ബജി ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്.
പിള്ളേരെ ഞങ്ങൾ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരുന്ന, കാരണം വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് ഡോഗ്സിനെയൊക്കെ റെസ്റ്റോറൻറ്റിലേക്കും കൊണ്ടുവരാൻ പറ്റും. റെസ്റ്റോറൻറ്റിലൊക്കെ ഡോഗ്സിന് ആക്സസ് ഒക്കെ ഉണ്ട്. ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. ഇപ്പം അജയ് എന്ത് കളിക്കാൻ പോവാണ്? ചെസ്സല്ല, ക്യാരംസ് കളിക്കാൻ തുടങ്ങി വന്നതാ. എനിക്ക് ചെസ് കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ എനിക്കിത് കളിക്കാൻ അങ്ങനെ അറിയത്തില്ല. വയനാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ നിന്ന് TV-യിൽ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത്. സാധാരണ നമ്മൾ വയനാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്കും അതേപോലെ റേഞ്ചും ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ബോ TV കാണാൻ പോവാണോ ബോബു? ആരോ ഇതേ എഴുന്നേറ്റിട്ടുണ്ട്. ബോ ദേ ഇവിടെ കിടന്ന് സിനിമ കാണാൻ റെഡി ആവുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും മൂവിയോ അങ്ങനെ എന്തെങ്കിലും കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 9 o'clock ആകുമ്പോൾ ഡിന്നർ കഴിക്കാൻ പോകണം. ഇന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇവിടെ വരണം. സാധാരണ വയനാട്ടിൽ പോയി നമ്മള് ഓരോ സ്ഥലത്ത് പുറത്തിറങ്ങി കിടക്കല്ലേ, അതെ, ഇവിടെ ഭയങ്കര ചില്ലിങ് ആണ്. നമുക്കിപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് ഏർലി മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടി പോകണമെന്നോ അല്ലെങ്കിൽ ട്രെക്കിങ്ങിന് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വന്ന് ചില്ല് ചെയ്യുക. അതെ, പിള്ളേർക്ക് ഇവിടെ എല്ലാവരും ചില്ലിങ് ആണ്, എല്ലാവരും. അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ എന്തായാലും ഒന്ന് TV കാണാൻ പോട്ടെ. ഡിന്നറിന് ദേ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവരിവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ്. ഹോം മെയ്ഡ് ഫുഡ് തന്നെയാണ്. വെജും നോൺ വെജും ഉണ്ട്. ഇത് ആക്ച്വലി ഗീ റൈസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഗീ റൈസ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അജയ് വീഗൻ ആയതുകൊണ്ട് അവന് ഗീയും ബട്ടറും ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഓയിലാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ അതേപോലെ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ ബാർബിക്യൂ പിന്നെ അതേപോലെ ഗോബി മഞ്ചൂരി, അങ്ങനെ ബോത്ത് വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു ഡിന്നറിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്ക് നാളെയാണ് 1-2 ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സൺറൈസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്കിവിടെ കോഫി അവർ പറിക്കാൻ കുറച്ച് ആൾക്കാർ വരും. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതേപോലെ ഒരു ചെറിയൊരു ട്രെക്കിംഗ് ഉണ്ട്. താൻ കിടന്ന് ഉറങ്ങിയോ? ആരൊക്കെ കിടന്നുറങ്ങി. ഇത് ബോയ് ഇവിടെ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ വേറെ 1-2 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഞാൻ ബോനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് ഓൾറെഡി അജയൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആരോൻ്റെ അടുത്തോ ബോൻ എനിക്ക് വേണമെന്നുള്ള. കാരണം ഇവിടെ തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. ബോയുടെ ബോഡിയിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോനെ അതേ ഹഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കിടന്നോ. ശരി, ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.